ഹലോ നമസ്കാരം. ഒരു ചെറിയ വീഡിയോ ആണ്. ഇത് റിപ്പോർട്ടഡ് സ്പീച്ചിലെ ഒരു പ്രത്യേക കേസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റിപ്പോർട്ടഡ് സ്പീച്ച് എന്താണെന്ന് നമുക്കറിയാം അല്ലേ? രണ്ടുപേർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അത് നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ അത്ര ഈസി അല്ല. ഇംഗ്ലീഷിൽ ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തേണ്ടി വരും. ടെൻസിലും പ്രൊനൗണിലൊക്കെ ചില വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു പ്രത്യേക റൂളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റൂൾ ഇവിടെ പറയുന്നത്, റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിലുള്ളതോ ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിൻ്റെ അതേ ടെൻസ് ഫോമാണ് എന്തിലും ഉപയോഗിക്കുക, നമ്മുടെ ആൻസറിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലും ഉപയോഗിക്കുക. ഇതാണ് റൂൾ പറയുന്നത്. ഇനി അത് എക്സാമ്പിൾ വെച്ച് പറയാണ്. എങ്ങനെയാണ് എക്സാമ്പിൾ വെച്ച് പറയണത് നോക്കാം. ഇവിടെ ആദ്യത്തെ എക്സാമ്പിൾ, ഹീ സേസ് ഐ ലൈക്ക് ടു പ്ലേ ക്രിക്കറ്റ് എന്നുള്ളതാണ്. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമുക്കറിയാലോ, രണ്ട് പാർട്ട് ഉണ്ടാവും ആ ക്വസ്റ്റ്യന്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഹീ സേസ് ഐ ലൈക്ക് ടു പ്ലേ ക്രിക്കറ്റ് എന്നുള്ളത് ഇൻവേർട്ടഡ് കോമയുള്ള ഒരു ഭാഗമുണ്ട്, ഇൻവേർട്ടഡ് കോമ ഇല്ലാത്തൊരു ഭാഗമുണ്ട് അല്ലേ? അപ്പോൾ ഈ റിപ്പോർട്ടിംഗ് വെർബ് എവിടെയാണ് കിടക്കുന്നത്? ഇൻവേർട്ടഡ് കോമ ഇല്ലാത്ത ഭാഗത്ത് വരുന്ന വെർബാണ് എന്ത്, റിപ്പോർട്ടിംഗ് വെർബ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ സെൻറ്റൻസിൽ ഏതാണ് റിപ്പോർട്ടിംഗ് വെർബ്? ഇൻവേർട്ടഡ് കോമയ്ക്ക് പുറത്തുള്ള ഭാഗത്ത് വരുന്ന വെർബാണ് എന്ത്, റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിളിൽ ഹീ സേയ്സ് എന്ന് പറയുന്നു. അപ്പോൾ സേയ്സ് എന്നുള്ളതാണ് റിപ്പോർട്ടിംഗ് വെർബ്. അപ്പോൾ ആ റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ പ്രസൻറ്റിലാണെങ്കിൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിലുള്ളതാണെങ്കിൽ ഡയറക്റ്റ് സ്പീച്ചിലെ ടെൻസ് ഏതാണോ അതേ ടെൻസ് തന്നെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ചിലും വരിക എന്നുള്ളതാണ് റൂള് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുമ്പോൾ എങ്ങനെയാവും? ആൻസർ ഇത് അവിടെ ഉണ്ട്. ഹീ സേയ്സ് ദാറ്റ് ഹീ ലൈക്സ് ടു പ്ലേ ക്രിക്കറ്റ് എന്നാണ് ആൻസർ വന്നിരിക്കുന്നത്. ഇനി അത് ശരിയാണോ പറഞ്ഞിരിക്കുന്നത്? റൂള് പറഞ്ഞ കാര്യം ശരിയാണോ നോക്കാം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഏത്, റിപ്പോർട്ടിംഗ് വെർബ്. ഹീ സേയ്സ് എന്ന് തന്നെയാണ്. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട്, ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു അസർട്ടീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ദാറ്റ് ചേർത്തു. ഇനി അതിലെ പ്രൊനൗൺ മാറ്റണം അല്ലേ? അപ്പോൾ ഐ എന്നുള്ള പ്രൊനൗൺ എന്തായി? അവനല്ലേ പറയുന്നത്, സോ അവൻ എന്നല്ലേ വരിക. ഐ എന്നുള്ളത് മാറി ഹീ ആയി. ഇനി ഐ ലൈക്ക് ടു പ്ലേ ക്രിക്കറ്റ് എന്നാണ് ക്വസ്റ്റ്യനുള്ളത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആൻസറിൽ എന്തായി, ഹീ ലൈക്സ് ടു പ്ലേ ക്രിക്കറ്റ് എന്നായി. അവിടെയും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ റൂൾ പറഞ്ഞത് ഒന്നാമത്തെ എക്സാമ്പിളിൽ ശരിയാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് റിപ്പോർട്ടിംഗ് വെർബ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഡയറക്റ്റ് സ്പീച്ചിൻ്റെ അതേ ടെൻസ് വേണം ഇൻഡയറക്റ്റ് സ്പീച്ചിലും എടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ എക്സാമ്പിൾ കറക്റ്റാണ്. രണ്ടാമത്തെ എക്സാമ്പിൾ എങ്ങനെയാണെന്ന് നോക്കാം. രണ്ടാമത്തെ എക്സാമ്പിളിൽ ഹീ സേയ്സ് ഐ വിൽ വിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹീ സേയ്സ് അവിടെയും എന്താണ്, സേയ്സ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞാൽ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് തന്നെയാണ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് തന്നെയാണ്. ഇനി അതിലെ ഡയറക്റ്റ് സ്പീച്ചിൻ്റെ ടെൻസ് ഏതാണ്? ഐ വിൽ വിൻ എന്ന് പറയുമ്പോൾ ഏതാണ്, ഫ്യൂച്ചർ ടെൻസ് ആണ് അല്ലേ? ഇനി അതിൻ്റെ ആൻസർ എങ്ങനെ വരും? ഹീ സേയ്സ് ദാറ്റ് ഹീ വിൽ വിൻ അല്ലേ? അപ്പോൾ അവിടെ ഫ്യൂച്ചർ ടെൻസ് വന്നു. ഇവിടെയും ഫ്യൂച്ചർ ടെൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം എന്താണ്, സിമ്പിൾ പ്രസൻ്റ് ആണ് ഏത്, റിപ്പോർട്ടിംഗ് വെർബ്. ഹീ സേയ്സ് ദാറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റിലാണ് വന്നിരിക്കുന്ന റിപ്പോർട്ടിംഗ് വെർബ്. അതുകൊണ്ട് ഇവിടെ ഡയറക്റ്റ് സ്പീച്ചിൻ്റെ അതേ ടെൻസ് ഫ്യൂച്ചർ ടെൻസ് ആണ് എവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്, ഇൻഡയറക്റ്റ് സ്പീച്ചിലും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കേസിലും ഈ സംഭവം ശരിയാണ്, റൂള് ശരിയാണ്. ഇനി മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം നമുക്ക്. ഷീ വിൽ സേ ഐ ആം നോട്ട് റെഡി. അപ്പോൾ ഇവിടെ ഏതാണ് റിപ്പോർട്ടിംഗ് വെർബ്? സേ എന്നുള്ളതാണ് റിപ്പോർട്ടിംഗ് വെർബ് അല്ലേ? അവിടെ സേ എന്ന് മാത്രമല്ല, അതിന് മുന്നിൽ വിൽ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു. അപ്പോൾ അതെന്താണ്, ഫ്യൂച്ചർ ടെൻസ് ആണ് അല്ലേ? ഫ്യൂച്ചർ ടെൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റൂൾ അവിടെ മേലെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ പറഞ്ഞിരിക്കുന്നത്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിലാണ് റിപ്പോർട്ടിംഗ് വെർബ് എങ്കിൽ ഡയറക്റ്റ് സ്പീച്ചിൻ്റെ അതേ ടെൻസ് തന്നെ വേണം ഇൻഡയറക്റ്റ് സ്പീച്ചിലും ഉപയോഗിക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിയാണോ നോക്കാം.
ആൻസർ എന്താ? ഷീ വിൽ സേ ദാറ്റ് ഷീ ഈസ് നോട്ട് റെഡി. ശരിയാണല്ലോ. ഷീ വിൽ സേ ദാറ്റ് ഷീ ഈസ് നോട്ട് റെഡി. ഇവിടെ പ്രസൻറ്റ് ടെൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഷീ ഈസ് നോട്ട് റെഡി എന്ന് പറയുന്നതിലും പ്രസൻറ്റ് ടെൻസ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റൂള് പറഞ്ഞ കാര്യം കറക്റ്റാണ്. റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ പ്രസൻറ്റിലോ ഫ്യൂച്ചർ ടെൻസിലോ ആണെങ്കിൽ ഡയറക്റ്റ് സ്പീച്ചിൻ്റെ ടെൻസ് മാറ്റാതെ വേണം ഇൻഡയറക്റ്റ് സ്പീച്ചിലും പറയാൻ. ഇതാണ് റൂള്. ഇപ്പം നമ്മൾ ഈ 3 എക്സാമ്പിൾസ് വെച്ച് നോക്കി. റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ പ്രസൻറ്റിലോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിലോ ആണെങ്കിൽ ഡയറക്റ്റ് സ്പീച്ചിൻ്റെ അതേ ടെൻസ് ഫോം വേണം ഇൻഡയറക്റ്റ് സ്പീച്ചിലും എടുക്കാൻ എന്ന് പറഞ്ഞു. അത് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ 3 എക്സാമ്പിൾസ് വെച്ച് പഠിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ കാണാൻ വേണ്ടി വന്നതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്.